സന്തോഷ വാർത്ത ഉണ്ടായിട്ട് ഇത് ഇവന്മാരുടെ അടുത്ത് പറയാന്ന് കരുതിയിട്ട് ഫോൺ എടുക്കുന്നില്ല. അവൻ പറയുവാണ് ചിലന്തിനെ കടുപ്പിച്ച പോലെ തന്നെ അടുത്തത് വല്ല പട്ടിനെ വെച്ച് എന്നെ കട്ടിക്കാൻ. എന്റെ ഫസ്റ്റ് 1 മില്യൺ വീഡിയോ. പിള്ളേരെയൊക്കെ വിളിച്ചായിരുന്നു, സന്തോഷം പറയണ്ടേ? കണ്ട് കൊതി ചെയ്തില്ല. ഞാൻ ഇതിന്ന് കണ്ടെടുക്കുന്നില്ല, ഞാൻ ഇങ്ങോട്ടന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹലോ എടാ, എന്റെ ചെലന്തി വീഡിയോ 1 മില്യൺ അടിച്ചടാ. എല്ലാരും തന്നെ 1 മില്യൺ വിത്ത് 1K പ്ലസ് സബ്സ്ക്രൈബർ അടിച്ചു. ഞാൻ ആ സന്തോഷം പറയാൻ വേണ്ടിട്ട് നിന്നെ ആദ്യം വിളിച്ചത്. ഹലോ ഹലോ എടാ, എന്റെ വീഡിയോ 1 മില്യൺ അടിച്ചടാ. ചെലന്തിന്റെ വീഡിയോ. പോസ്റ്ററാ? ഹലോ, ഇത് ഞാനാ. എടാ, എന്റെ ചെലന്തി വീഡിയോ 1 മില്യൺ അടിച്ചടാ. കണ്ട, നിനക്കൊന്നും പറയാനില്ലേ? ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാ? ഇല്ല, ഞാൻ ഇൻസ്റ്റ നോക്കുന്നില്ലടാ, ഞാൻ ഏതോ ലോകത്താപ്പോ. ഞാൻ ഇങ്ങനെ 1 മില്യൺ വ്യൂസ് അടിച്ച്. ഞാനിതാ നിങ്ങളെ 3:30 വിളിക്കാനല്ലോ, നിങ്ങളെ 3:30 ഞാൻ വിളിച്ചോണ്ടിരിക്കുവാണ്. ചെലന്തി കടിച്ചതിന്റെ സൂപ്പർ പവർ ആണെന്ന്. സൂപ്പർ ഹാപ്പി, ഭയങ്കര ഹാപ്പി. എത്ര നാളത്തെ ആഗ്രഹം? എന്റെ 2.5 വർഷത്തെ ആഗ്രഹം. എന്റെ 2.5 വർഷത്തെ കാത്തിരിപ്പ്. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമുക്ക് ചെലന്തി തപ്പണ്ടേ? തപ്പണം. എനിക്കൊരു മിന്നായം പോലെ അന്ന് കാണാൻ പറ്റുള്ളൂ. എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് തപ്പിയെടുക്കണം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ കണ്ടാ മതിയല്ലോ. പക്ഷെ എന്റെ ചെലന്തി കടിച്ച കാര്യം 10 ലക്ഷത്തോളം ആൾക്കാർ അറിഞ്ഞു. സപ്പോർട്ടേഴ്സിനോട് എന്താ പറയാനുള്ളത്? സപ്പോർട്ടേഴ്സിനോട് ഒരുപാട് താങ്ക് യു പറയാനുണ്ട്. ഒരുപാട് താങ്ക് യു പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിലുപരിയില്ലേ, അവരെല്ലാവരും വന്നിട്ട് കൺസേൺ ആണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് എവിടെ പോകേണ്ടത്, അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കടിച്ചിട്ടുണ്ടെങ്കിലുള്ള സൈഡ് എഫക്ട്സ് പറഞ്ഞിരുന്നുണ്ട്, സൈഡ് എഫക്ട്സ് മാറേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നുണ്ട്. താങ്ക് യു ഓൾ. ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് 1 മില്യൺ അടിച്ചത്. അപ്പോൾ ഈ 1 മില്യൺ എൻ്റെ മാത്രം എഫർട്ടില്ല, നിങ്ങളും അതിൽ പാർട്ടാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിങ്ങനൊന്നും പറയാൻ അറിയില്ല, പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. പ്രൈവസി വെച്ചിട്ടല്ലേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഇപ്പോഴും 1000-2000 വ്യൂ അല്ലേ കിട്ടുന്നത്. പക്ഷെ പലർക്കും 1 മില്യൺ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ആദ്യമായിട്ട് കിട്ടുന്ന എല്ലാവർക്കും അത് വലിയൊരു കാര്യമാണ്. ഇല്ല, ഈ 10 ലക്ഷം ആൾക്കാർ നോർമൽ, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ട്രെൻഡിങ് സോങ് അല്ല ഇട്ടത്. എൻ്റെ വോയിസ്, അതായത് എൻ്റെ വോയിസ് ഞാൻ എത്രത്തോളം കൺസേൺ ആണെന്ന് എൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയാം. എൻ്റെ ആ വോയിസ് ഇത്രയും ആൾക്കാർ കണ്ട് എൻ്റെ വോയിസ് ഓവർ വീഡിയോ 1 മില്യൺ അടിച്ചതിലാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്. നോർമൽ അല്ല, അതും അത്യാവശ്യം ഡ്യൂറേഷനുള്ളൊരു വീഡിയോ 1 മില്യൺ അടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ടേഴ്സ് ചിലപ്പോൾ 2-3 ആൾക്കാരായിരിക്കും. അതിന് നമ്മളെ എതിർത്ത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന 1000 ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ 2-3 ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആക്ച്വലി അതാണ് ചെയ്തിരിക്കുന്നത്. എന്നെ ഈ യൂട്യൂബിൽ ഈ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളൂ. അപ്പം അവർ ആണ് ഈ 3 മാസം, ഞാൻ ഈ 3 മാസം കണ്ടിന്യൂസ്ലി യൂട്യൂബിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടൊന്നുമല്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ 3 മാസം ചെയ്തിരിക്കണം. ഒക്ടോബർ ആവുന്ന സമയത്ത് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കണം എന്ന് ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ 3 മാസം ഞാൻ ഇതിനേക്ക് വേണ്ടി നിന്നത്. അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് 1-2 ആൾക്കാരായിരിക്കും. അതായത് അവർ നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമില്ലേ, ആ വിശ്വാസം കീപ്പ് ചെയ്യാനെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം.
അതല്ലാണ്ട് 1000 പേര് നമ്മളെടുത്ത് ഒന്നും ആവാൻ വേണ്ടി പോണില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഇട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇത്രയല്ലേ ഉള്ളൂ, വ്യൂസ് ഇത്രയല്ലേ ഉള്ളൂ, ആരെ കാണിക്കാനാ, അങ്ങനത്തെ കുറേ ഡയലോഗ് നമുക്ക് ചിലപ്പം വരും. ബട്ട് ഇപ്പുറത്ത് നീ ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ ആ 1-2 വാക്കുകളില്ലേ, നമ്മൾ അത് മാത്രം ചെവി കേട്ടാൽ മതി. അതായത് നമ്മളിൽ അവർക്കുള്ള വിശ്വാസമാണത്. അവർക്ക് വേണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ആ ട്രൈയിങ് ആണ് ഞാൻ ഈ 3 മാസം ചെയ്തത്. ഇതിന് പിന്നിൽ അവരും ഉണ്ട്. അതായത് അഗ്നിഘോഷ്, റോഷൻ, അക്കു ആൻഡ് ഇവരുടെ എല്ലാം തലവരായിട്ട് ഗോകുൽ. നിങ്ങൾ 4 പേരുമാണ് ഞാനിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോഴും യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പേരാണ് കാരണം. ഞാൻ 1K അടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1K നമുക്ക് 1 മില്യൺ അടിക്കണ്ടേ? എടാ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി, 1K സബ്സ്ക്രൈബേഴ്സ്, നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. എടാ പക്ഷേ എനിക്ക് വ്യൂസ് ഒന്നും കുറവാണ്, പക്ഷേ ഞാൻ നിർത്തുവാണ്, എനിക്ക് പറ്റണില്ല. ജോലിയുടെ കൂടെ തന്നെ എനിക്കിത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഞാൻ ഒരു നീഷയെ വെച്ചിട്ടല്ലല്ലോ യൂട്യൂബ് ചെയ്തിരിക്കുന്നത്. അതായത് അല്ലെങ്കിൽ ഫുഡ് കണ്ടന്റ്, അല്ലെങ്കിൽ ട്രാവലിംഗ് കണ്ടന്റ്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ നീഷ ഇല്ലാണ്ട് എൻ്റെ ലൈഫിൽ നടക്കുന്ന പല ഇൻസിഡൻസ്, പല സാധനങ്ങൾ ഞാൻ ബ്ലോഗ് ആക്കാനും നോക്കിയിട്ടില്ല. അപ്പോഴും അത് മതി, അതിന്ന് നമുക്ക് കിട്ടും. അതായത് ഞങ്ങളുടെ ആരുടെ ലക്ഷ്യം മോണിറ്റൈസേഷൻ ആയിരുന്നില്ല, അത് യൂട്യൂബിൽ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനൊരു കുറച്ചെങ്കിലും ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഈ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ ഒരു വ്യൂ ആയിക്കോട്ടെ, ഈ 1K എന്ന സാധനം നമുക്ക് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും ചെറിയ വ്യൂ ആയിരിക്കില്ല 1K എന്ന്. ഇപ്പോൾ ഈ 1 മില്യൺ കിട്ടിയപ്പോൾ എനിക്ക് എത്ര സന്തോഷമുണ്ടോ അതേപോലെ തന്നെ എനിക്ക് 1K കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവാറുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അതിൻ്റെ ഇത്രയും ഇരട്ടി വ്യൂ എനിക്ക് കിട്ടിയതിലാണ് എനിക്ക് ഞാൻ ഈ ഒന്നാമത് ഞാൻ നല്ലോണം സംസാരിക്കുന്ന ആളാണ്. സന്തോഷം വന്ന സമയത്ത് ഇങ്ങനെ നിർത്താതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ല, നീ 4 പേരുടെ വാക്ക് കേട്ടപ്പോൾ നിനക്ക് എത്ര സപ്പോർട്ടേഴ്സിനെ കിട്ടി? എനിക്ക് ആ 4 പേരുടെ വാക്ക് കേട്ട സമയത്ത് സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് 1000-ൽ-അധികം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. 10 ലക്ഷം ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ലാണ്ട് 16,000-ഓളം ആൾക്കാർ, 16,000-20,000 ആൾക്കാരോളം അതിനെ എനിക്ക് ലൈക്ക് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈക്വലി കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കമന്റ് ഇടുന്ന സമയത്തൊക്കെ ഇല്ലേ, എന്നെ ശരിക്കും അറിയുന്ന ഒരാളെ പോലെ തന്നെയാണ് അവരെന്നോട് സംസാരിച്ചത്. ചേച്ചി ഇപ്പോൾ ഓക്കെ ആണോ, ചേച്ചി അവിടെ പോയാൽ മതി, ഇന്ന ഡോക്ടറെ കാണിച്ചാൽ മതി. ആ ചേച്ചി എന്നുള്ള വിളിയില്ലേ, അത് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ അറിയുന്ന ആരോ ഒരാൾ നമ്മളെ അടുത്ത് സംസാരിക്കുന്ന പോലെ നമുക്ക് ആ കമന്റൊക്കെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാധനം കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷം. ട്രൈ ചെയ്യും, നമ്മൾ ട്രൈ ചെയ്തിട്ട് ഒരു സാധനത്തിൽ ഫെയിൽ ആവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാം, നമ്മൾ ട്രൈ ചെയ്തിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ സെൽഫിനോടെങ്കിലും പറയാൻ വേണ്ടി പറ്റും, ഞാൻ ശ്രമിച്ചിരുന്നു. അല്ലാണ്ട് ഐ കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കാനൊന്നും പോവില്ല എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ആളാവരുത് നമ്മൾ നമ്മളുടെ ഇത് ഫ്യൂച്ചർ നേരത്തെ കണ്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു സാധനം ചെയ്യാതിരിക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ്, വരുന്നിടത്ത് ചെയ്യണം. കിട്ടും കിട്ടാതിരിക്കും, അതൊക്കെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർഡ് വർക്കിങ്ങിനേക്കാൾ ഉപരി കൺസിസ്റ്റൻസി ആൻഡ് സ്മാർട്ട് വർക്കാണ് ഇതിന് വേണ്ടത്. അത് ഏത് പ്രൊഫഷനാണ്, യൂട്യൂബിനെ കുറിച്ചല്ലാട്ടോ പറഞ്ഞത്, ഏതാണെങ്കിലും കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ 2.5 വർഷമായി ഈ ഹാപ്പിനെസ്സിന് വേണ്ടി കാത്തിരിക്കുന്നത് പറയുന്ന സമയത്ത് എന്നെക്കാൾ മുന്നേ അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്, അവർ കൺസിസ്റ്റൻ്റ് ആയിരിക്കും ഇതിൽ. ഞാൻ ഇതിൽ തീരെ കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല, ഞാൻ ഇതിൽ തീരെ ബോധേഡ് ആയിരുന്നില്ല. പക്ഷേ എൻ്റെ ചെവിയിൽ എനിക്ക് ഇൻസൾട്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നൊക്കെ എനിക്ക് അങ്ങനെ കുറേ ഡീമോട്ടിവേഷൻ്റെ വാക്കുകൾ കിട്ടി തുടങ്ങിയ സമയത്താണ് എനിക്കിതൊരു ചലഞ്ചായി ഞാൻ നോക്കിയത്. താങ്ക് യു ഓൾ ഫോർ ദി സപ്പോർട്ട്. ആൻഡ് ഇനി അങ്ങോട്ടേക്കും സപ്പോർട്ട് ചെയ്യുക. അതായത് ഫാമിലി ആയി തന്നെയാണ് എനിക്ക് ആ കമൻസ് കണ്ട സമയത്ത് തോന്നിയത്. നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം. ഇനി അങ്ങോട്ടേക്കും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. Ever tried? Ever failed? No matter. Try again. Fail again. Fail better. The world